നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പൈഡർ വെബ് സ്റ്റിച്ച് വരെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിലും സ്പൈഡർ വെബ് സ്റ്റിച്ചും അതിൽ വരുന്ന ഒന്ന് രണ്ട് വേരിയേഷൻസുമാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റൗണ്ടിന് നടുക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതിലിനി 5 വീലുകൾ വരച്ചു കൊടുക്കണം. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ തന്നെ ഒന്ന് വീലുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ആ വീലുകളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സ്പൈഡർ വെബ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. നമ്മൾ ആ സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സ്പൈഡർ വെബ് സ്റ്റിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ നൂലിന് സൂചിയുടെ ഈ മൂട് ഭാഗം വെച്ചാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റി ഒന്നത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അത് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഒരു ഫ്ലവർ പോലെയൊക്കെ വരും. ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു സ്റ്റിച്ചിങ്ങാണ്. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കൊരു ഫ്ലവർ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നോർമലായിട്ടുള്ള സ്പൈഡർ വെബ് സ്റ്റിച്ച്. ഇനി ഇതിൽ വരുന്ന വേരിയേഷൻസാണ് ചെയ്യുന്നത്. അതിനായിട്ട് വീണ്ടും ഒരു റൗണ്ട് വരച്ചിട്ട് അതിൽ നടുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതിൽ ഞാനൊരു 6 വീല് ആണ് ചെയ്യുന്നത്. 6 വീല് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതിൽ ചെയ്യുന്നത്. 2 ഷെയ്ഡ് ത്രെഡും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നടുവിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് പിന്നെ ഈ നമ്മുടെ സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഈ 6 വീലും ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് ആ വീലും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ആ വീലുകളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൂചി ഒന്ന് ആ നടുവിലെ പോയിൻറ്റിലേക്ക് തന്നെ ഒന്ന് താഴേക്ക് കുത്തി ഇറക്കി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ വേറൊരു ഷെയ്ഡിലുള്ള ത്രെഡും കൂടി അവിടെ ഞാൻ നടുഭാഗത്ത് തന്നെ കുത്തിയെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒന്നിന് മുകളിലും ഒന്നിന് അടിഭാഗത്തുമായിട്ട് നൂലിങ്ങനെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ത്രെഡ് നമുക്ക് ഈ സ്റ്റിച്ചിന് മുകളിലൂടെ കാണാനായിട്ട് കഴിയും. ഒരു സ്റ്റിച്ചിങ് അടിഭാഗത്തും പോകും. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരുമെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫ്ലവറായിട്ട് കിട്ടും. ഇനി അടുത്തൊരു വേരിയേഷൻ ചെയ്യാനായിട്ട് റൗണ്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നടുവിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 8 വീല് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. വീല് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്നിന് മുകളിലൂടെയും ഒന്നിന് അടിയിലൂടെയുമാണ് എടുക്കുന്നത്. അപ്പോൾ അത് അടിഭാഗത്തോട്ട് വരുന്ന ആ ത്രെഡൊന്ന് ആ വീലിലൊന്ന് ചുറ്റി കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യണം. മറ്റ് 2 സ്റ്റിച്ചുകളെ അപേക്ഷിച്ച് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. നമുക്കിത് ചെയ്തൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് കിട്ടും. ഒന്നിന് മുകളിലൂടെയും ഈ സ്റ്റിച്ചിന് മുകളിലൂടെ വരുന്ന ത്രെഡ് ആണ് ഈ ചുറ്റി കൊടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയത് ഒരു മനോഹരമായൊരു ഫ്ലവർ പോലുള്ളൊരു ഡിസൈനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സ്പൈഡർ വെബ് സ്റ്റിച്ചിൽ വരുന്ന 3 വേരിയേഷൻസ്.